ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു നാളും കൂടെ നമുക്ക് ഒരു 10 ദിവസം കൂടെ നമുക്ക് നൽകിയിരിക്കെ ആണ്ടവരുടെ വസനത്തിൽ നമുക്ക് വിസാരിച്ചിടാം. ആണ്ടവർ എന്നത് നമ്മൾ ഇത് എപ്പിസോഡ് 53 താൻ നമ്മൾ പാക്കുന്നത് തമിഴ് മെസ്സേജിലെ 53ാമത്തെ എപ്പിസോഡ് താൻ. ഇങ്ങനെ 53ാം എപ്പിസോഡിൽ നമ്മൾ വാസിക്കുന്നത് എഫെസ്യ ലേഖനം 6ന്റെ 2ാം വാക്യം. என்ன ஆண்டவர் என்ன சொல்லுது, நம்ம நேரத்தை நம்ம படிச்சாச்சு. என்ன நம்ம படிச்சாச்சு, அப்பன் അമ്മമാർ മക്കൾ അപ്പനെയും അമ്മയും അനുസരിക്കണം. അതുതാണ് അങ്ങ് சொல்லுது, ഒബേ യുവർ പേരൻസ്. അതായത് சின்ன பிள்ளைகளே അല്ലെങ്കിൽ മക്കളെ നിങ്ങൾ എന്നാ பண்ணணும், നിങ്ങൾ അമ്മ അപ്പന്മാരെ നിങ്ങൾ എന്നാ பண்ணணும், ഒബേ பண்ணணும், അനുസരിക്കണം. അവർ சொல்லுന്നത് നീ കേൾക്കണം. അവർ കേട്ട് അവർക്ക് ചിത്തമായി അവർ சொல்லுന്ന മാതിരി നീ പണിയണം. കാരണം അവർ തന്നെ നിനക്ക് ജീവൻ തന്നിരിക്കെ, അവർ തന്നെ നിന്നെ ഈ ലോകത്തിൽ കൊണ്ടുവന്ന് അവർ നിന്നെ നേസിച്ചാണ് ഇത്രയും വലുതാക്കിയത്. അവർ നേസിച്ച് നിന്നെ ഇത്രയും വലിയ പിള്ളയാക്കി. ഇപ്പോൾ ഒരു മനുഷ്യനായപ്പോൾ നീ അപ്പനെയും അമ്മയെ നീ എപ്പടി മറന്നിടും? ആ അപ്പനും അമ്മയും നിന്നെ ചിന്ന പിള്ളയായിട്ട്, അതായത് നീ ഒരു വാം പോലെ അല്ലെങ്കിൽ ഒരു പുഴു പോലെ ആയിരുന്നു. നിന്നെ ആ പുഴുവിൽ നിന്നും നിന്നെ വലുതാക്കി നിന്നെ കൊണ്ടുവന്ന 9 മാസം അമ്മ തൻ്റെ വയറ്റിൽ വെച്ച്, അത് കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ വന്ന പെയിനി കൂടെ വെളിയിൽ വന്ന് നിന്നെ പാത്ത് നിനക്ക് എന്നൊക്കെ തേവപ്പെടുമോ അതെല്ലാം തന്ന് നിന്നെ പാത്ത് നിന്നെ സൂക്ഷിച്ച ആ അപ്പൻ അമ്മയെ നീ എപ്പടി നീ അവരുടെ ചിത്തം ചെയ്യാതിരിക്കും? അത് ന്യായം താൻ, അത് നിനക്ക് അത് ചിത്തം താൻ. ഇത് ഇങ്ങനെ ഈ ചൊല്ലുന്നത് നമുക്ക് എന്നെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ, അതേമാതിരി താൻ ആണ്ടവരായ ദൈവം അല്ലെ ആണ്ടവർ നമ്മളോട് ചെയ്ത് അവൻ നമ്മുടെ തകപ്പനാർ. അവൻ നമ്മളെ ഉണ്ടാക്കി, അവൻ നമ്മളെ മെനഞ്ഞ് നമ്മളെ അവൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് പൊടിയെന്ന് ചൊല്ലിയാൽ നമുക്ക് പാക്കാൻ പോലും പറ്റാത്ത ആ പൊടിയിൽ നിന്നും അത് കൂട്ടി അതിൽ നിന്നും നിന്നെ രൂപം കൊണ്ടുവച്ച നിന്നെ ഒരു മനുഷ്യനാക്കി വെച്ചാച്ചേ. അല്ലാതെ നീ അപ്പടിയേ വന്നതല്ല. നീ അല്ല ഇവാലുവേഷൻ രീതിയിൽ നീ അപ്പടിയേ ഇങ്ങ പിറന്ന് ലോകത്തിൽ വന്നതല്ല. അല്ലെ ലോകത്തിൽ നിന്നും നീ എന്നാ சொல்றது, കുരങ്ങിൽ നിന്നും വലുതായി അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയിൽ നിന്നും അല്ലെങ്കിൽ പ്രാണിയിൽ നിന്നും നീ വലുതായി വന്ന ഒരു മനുഷ്യനായി തീർന്നതല്ല. ആണ്ടവർ നിന്നെ മെനഞ്ഞാച്ച്, നിന്നെ ഉണ്ടാക്കിയാച്ചേ. അവൻ താൻ നിന്റെ അപ്പൻ, അവൻ താൻ നിന്റെ തകപ്പൻ, അവൻ തകപ്പനാർ താൻ. അവൻ നിന്നെ നേസിച്ച് നിനക്ക് എല്ലാമേ അവൻ തന്നാച്ചേ. എന്നത് നിനക്ക് തന്നില്ല. ഞാൻ നിങ്ങളോട് കേൾവി കേൾക്കുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം എന്നോട് ചൊല്ലാൻ പറ്റുമോ? ആണ്ടവർ എനിക്ക് ഇന്ന കാര്യം തന്നില്ല, എനിക്ക് തേവയായ ഈ കാര്യത്തിൽ നിന്നും ഈ ഒരു കാര്യം മാത്രം എനിക്ക് തന്നില്ലെന്ന് ഒരു കാര്യം, ഒറ്റ കാര്യം താൻ ഞാൻ നിന്നോട് ചൊല്ലുക. ഒരു കാര്യം ചൊല്ലിയുടെ ആണ്ടവർ എനിക്ക് തരാത്തത്. ആണ്ടവർ നിനക്ക് എന്ത് തേവപ്പെടുമോ അത് എല്ലാമേ തന്നിരിക്കുക. തേവപ്പെടാത്ത നിനക്ക് നീ ജപിച്ചാച്ച, നീ പ്രാർത്ഥിച്ചാച്ചേ, നീ ജപം പണിയാച്ചേ, എന്നിട്ട് ആണ്ടവർ എനിക്ക് ഉത്തരം തന്നില്ല എന്നൊക്കെ നീ ചൊല്ലിടാം. ആണ്ടവർ നിനക്ക് വേണ്ടി തേവപ്പെടുന്ന എല്ലാം നിനക്ക് എന്നാ തേവപ്പെടുമോ അത് തന്നിരിക്കുക. എന്നിട്ട് പിന്നെ എന്തിനാ നീ പേശണം? നിനക്ക് വേണ്ടത് നിനക്ക് തന്നില്ലെന്നുണ്ടെങ്കിൽ നീ കണ്ടിപ്പായി നീ എന്നോട് ചൊല്ലിട്. ഞാൻ അതിന് ഉത്തരം ഞാൻ പേശിടാം. ആണ്ടവർ നിനക്ക് തേവപ്പെടുന്നവർ എല്ലാമേ തന്നി. അതേപോലെ അപ്പായും അമ്മായും നിനക്ക്, അതായത് നീ ചിന്ന പിള്ളയായിരിക്കുമ്പോൾ, നീ കുഞ്ഞ് ബാബയായിരിക്കുമ്പോൾ, നീ പ്രസവിച്ച് കയ്യിൽ വന്നപ്പോൾ നിനക്ക് തേവയായത് എല്ലാമേ നിനക്ക് തന്നു. നിന്നെ നേസിച്ചു, നിന്നെ പെരിയവനാക്കി. ആ അമ്മ തൻ്റെ പാല് കൊടുത്ത് നിന്നെ വളർത്തി. അപ്പൻ തൻ്റെ സ്നേഹം കൊടുത്ത് നിന്നെ വളർത്തി. നിനക്ക് ആവശ്യമുള്ള എല്ലാമേ നിനക്ക് തന്നു, അല്ലെ നിനക്ക് തേവപ്പെടുന്ന എല്ലാമേ നിനക്ക് തന്നു. എന്നിട്ട് നീ ആ അപ്പായ അമ്മയെ നീ നേസിക്കുന്നില്ലെങ്കിൽ അത് ശരിയാ തെറ്റാ? അത് ശരിയാ തപ്പ? നീ താൻ ചൊല്ലിട്.
ഞാൻ 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 ഒരു ന്യായാധിപനല്ല, ഞാനൊരു ജഡ്ജി അല്ല, ഞാനല്ല നിനക്ക് ഞാൻ ചൊല്ലട്ടെ, നീ തന്നെ ചൊല്ല. അതല്ല, അതേപോലെ നിന്റെ അപ്പായും അമ്മായും നിനക്ക് തരാത്ത ഏത് കാര്യമായിരിക്കുന്നത്? അവർ ഷാപ്പിട്ടില്ലെങ്കിലും നിനക്ക് ഷാപ്പാട് തരുമോ ഇല്ലായിരുന്നോ? നിനക്ക് വേണ്ടി നീ സ്കൂൾ അവർ പഠിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പഠിത്തം ഒന്നും കിടക്കാതെ അവർ നിന്നെ പഠിപ്പിച്ചാച്ചാ, നിന്നെ വലിയ ഒരു പൊസിഷനിലാക്കിയാച്ചാ, നീ ഒരു വലിയ ഒരു നിലയിലാച്ച. ഇപ്പം നീ മാനേജർ ആയിരിക്കാം, നീ ഒരു കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കാം, എല്ലാമേ ആയിരിക്കാം. എവിടുന്ന് നീ എങ്ങനെ നീ വന്നാച്ചേ? നീ വന്നത് ഒരു പുഴുവിൽ നിന്നും താൻ നീ വന്നത്. അതായത് ഒരു മനുഷ്യന്റെ ഇതിൽ നിന്നും താൻ നീ വന്നിരിക്കേ. അങ്ങനെയുള്ള നീ എപ്പടി ചൊല്ലും ഞാൻ താൻ വലുതായച്ചേ, എനിക്ക് ചൊല്ലുന്ന പോലെ എനിക്ക് എല്ലാമേ ചെയ്യപ്പെടണം, എനിക്ക് ഇവൻ തന്നില്ല, അത് തന്നില്ല, ഇത് തന്നില്ല, എന്നെ തരാത്തത്. അപ്പ അമ്മായിക്ക് അവർക്ക് കളി പിരിക്കുന്ന എല്ലാമേ തന്നിരിക്കും. നിനക്ക് അവരോട് പേശി വേണ്ട. അവർ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും, അവർ ഷാപ്പിട്ടാലും ഷാപ്പിട്ടില്ലെങ്കിലും നിനക്ക് ആ സേവയുള്ള തന്നാച്ച. അവർ തുണി കീറിയ സാരിയും മുണ്ടും അല്ലെങ്കിൽ തുണിയും എടുക്കുമ്പോൾ തുണി ഇല്ലാതെ നടക്കുമ്പോൾ നിനക്ക് തുണി തന്നാച്ചേ. നിന്റെ ആവശ്യത്തിന് നിനക്ക് തണുപ്പ് വരുമ്പോൾ നിനക്ക് കമ്പിളി വസ്ത്രം തന്നാച്ചേ. നിനക്ക് ചൂട് വരുമ്പോൾ അതിന് രീതിയിലുള്ള നിന്നെ കുളിപ്പിച്ചാച്ച, നിന്നെ വലുതാക്കിയാച്ച, നിനക്ക് എന്നെ തേവയായിരിക്കുന്ന എല്ലാമേ അപ്പായമ്മ തന്നെ. അതേപോലെ താൻ ആണ്ടവരായ തഹപ്പനാർ നമുക്ക് എല്ലാമേ തന്നെ. അവൻ താൻ നമ്മുടെ അപ്പൻ, അവൻ നമുക്ക് തേവപ്പെട്ടത് എല്ലാം തന്നേച്ച. അതുകൊണ്ട് നമ്മൾ ആണ്ടവരായ തഹപ്പനാരെ നമ്മൾ അവർ ചൊല്ലുന്ന മാതിരി നമ്മൾ ജീവിക്കണമോ ഇല്ലയോ? അത് ശരിയോ തെറ്റോ, അത് തപ്പോ, നീ തന്നെ വിസാരിക്കുക. എങ്കിൽ ഒന്നാം വാക്യത്തിൽ അതുதான் சொல்லுது, മക്കളെ, അതായത് ചിന്ന തമ്പികളെ അല്ലെങ്കിൽ ചിന്ന മക്കളെ നിന്നോട് ചൊല്ലുക, നീ അവർ പറയുന്നത് നീ കേൾക്കാതിരിക്കുന്നത് ശരിയോ തപ്പോ, അത് നീ തന്നെ ന്യായം വിധിക്കണം എന്ന് ഇങ്ങനെ ചൊല്ലിയിരിക്കും. അടുത്ത വാക്യത്തിൽ നമുക്ക് വാസിച്ചിടാം. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും. രണ്ട് കാര്യം നീ അപ്പടി ചെയ്യുമ്പോൾ നിനക്ക് ഉണ്ടാകുന്ന ഫലം എന്നായിരിക്കും തുരിമ. രണ്ട് ഫലത്തെ പറ്റി ഇങ്ങനെ ചൊല്ലിയാച്ച്. അതായത് നീ അപ്പനെയും അമ്മയും നീ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നീ അവരെ നേസിക്കുമ്പോൾ, അവരുടെ ഇഷ്ടമനുസരിച്ച് നീ ജീവിക്കുമ്പോൾ, അവരെ നീ ടേക്ക് കെയർ പണ്ണുമ്പോൾ, അവരുടെ വയസ്സായ അവസ്ഥയിൽ നീ അവരെ പാക്കുമ്പോൾ, അവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ, എല്ലാം ചെയ്യുമ്പോൾ നിനക്ക് രണ്ട് അനുഗ്രഹം കിടച്ചിരിക്കും. இங்கே ரெண்டு அனுகிரகத்தை பற்றி சொல்லியிருக்கிறது. ஏது ரெண்டு அனுகிரகம் இங்கே சொல்லியிருக்கேன்? நம்ம ഒന്ന് பார்க்கலாம். என்ன இங்கே வாசிக்கிறேன். അപ്പനെ നിനക്ക് നന്മ ഉണ്ടാകുവാൻ, അതായത് നിനക്ക് നല്ലത് വരുവാൻ, എന്നാ പറയണം? നീ നിനക്ക് നന്മ ഉണ്ടാവണം, നല്ലത് വരണം എന്നുണ്ടെങ്കിൽ നീ എന്നാ பண்ணണം? അപ്പനെ അമ്മയെ നീ അനുസരിക്കണം, അല്ലെങ്കിൽ അവരെ ഒബേ பண்ணണം, അല്ലെങ്കിൽ നീ അവര് പറയുന്നത് കേൾക്കണം. അവരെ നീ അവമാനിക്കാതെ. അവർ നിന്റെ അപ്പനും അമ്മയും താൻ. അവർ നിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നെ ഇത്രയും പെരുസയാക്കിയത്. നീ ഇപ്പടിയേ പെരിയ മനുഷ്യനായിട്ട് നീ പറഞ്ഞു വന്നതല്ല, നീ അപ്പടിയേ ആയതല്ല. ആ അപ്പനും അമ്മയും നിനക്ക് വേണ്ടി ചെയ്ത നിന്നെ ഇത്രയും വലുതാക്കിയപ്പോൾ നീ അപ്പനെയും അമ്മയും ബഹുമാനിക്കാതെ, അല്ലെങ്കിൽ നീ അപ്പനെയും അമ്മയും കേൾക്കാതെ, അല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്കും ചെവി കൊടുക്കാതെ നീ എപ്പടി ഇരിക്കും? അതുകൊണ്ട് നീ അപ്പടി ചെയ്യുവാന്നുണ്ടെങ്കിൽ നിനക്ക് നന്മ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്താ? നീ ദീർഘായുസോടെ ഇരിക്കും. അതായത് ഈ ഭൂമിയിൽ നിനക്ക് ദീർഘായുസ് പറഞ്ഞാൽ രമ്പകാലം ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്നാ പറയണം? നീ രമ്പകാലം ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അപ്പയും അമ്മയും നീ അനുസരിക്കണം, അവരെ നീ ബഹുമാനിക്കണം. അതായത് നീ അപ്പയും അമ്മയും നീ പാക്കുമ്പോൾ ആണ്ടവർ നിനക്ക് ദീർഘായുസ്, നിനക്ക് ആയുസ് നിനക്ക് നീട്ടി തന്നിടും. ആരുടെ കയ്യിൽ ആയുസ് ഇരിക്കുന്നത്? വയസ്സ് ആരുടെ കയ്യിലിരിക്കുന്നത്? നിന്റെ കയ്യിലാ? അത് ആണ്ടവരുടെ കയ്യില. ഞാൻ നേരത്തെ ഞാൻ നിന്നോട് ചൊല്ലുകയില്ലെന്ന് പത്രോസിന്റെ പുസ്തകത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ അങ്ങ് ചൊല്ലുക, ആണ്ടൂർ രണ്ട് കാര്യം നിശ്ചയിച്ചാച്ച. എന്ത് രണ്ട് കാര്യങ്ങള്? ഒന്ന് തന്നെ നിന്റെ മരണം, രണ്ട് ന്യായവിധി. മരണം എന്ന് ചൊല്ലിയ ആണ്ടോർ നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഡേറ്റ് കൊടുത്തിരിക്കുന്ന ആരെന്ന് தெரியுமா?
നീയല്ല, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആണ്ടോർ താൻ നിനക്ക് എന്ന് നീ മരിക്കണമെന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. അത് അപ്പോയിന്റഡ് എന്ന് ചൊല്ലിയാൽ അത് നിശ്ചയിച്ചിരിക്കുന്നത്, അതിന് മാറ്റമേ கிடைக்காது. നീ വിചാരിക്കും എനിക്ക് രോഗം വന്നു, എനിക്ക് അസുഖം വന്നു, എനിക്ക് ക്യാൻസർ വന്നു, എനിക്ക് ഇത് വന്നു, അത് വന്നു, ഇതെല്ലാമേ വന്നു, അതുകൊണ്ട് ഞാനിപ്പം മരിച്ചല്ലെങ്കിൽ ഞാൻ കയറ് കെട്ടി ചത്ര അല്ലെങ്കിൽ പിച്ചാത്തി എടുത്ത് ഞാൻ കഴുത്ത് കണ്ടിച്ചിടാം, അല്ലെങ്കിൽ കൈ മുറിച്ചിടാം. നീ മരിക്കാതെ നീ ട്രൈ പണി നോക്കിക്കോ, നിനക്ക് മരണം അങ്ങേ ഇരിക്കയില്ല. മരണം ആണ്ടോടെ കയ്യിൽ താൻ. അവൻ നിശ്ചയിച്ച സമയമാണെന്നുണ്ടെങ്കിൽ നീ ഒന്നും ചെയ്തില്ലേലും മരിച്ചിടും. നിനക്ക് മരിക്കാൻ വേണ്ടി നിനക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഞാൻ എത്രയോ പേരെ എനിക്ക് തിരിയും. അത് എൻ്റെ സമയം എനിക്ക് മുടിഞ്ഞാച്ചേ ഞാൻ പിന്നെ ചൊല്ലുക. നിനക്ക് രണ്ട് കാര്യം നമുക്ക് ഇങ്ങനെ கிடைக்கும். ഒന്ന് എന്തോ, നീ നന്മ ഉണ്ടാകാൻ, അതായത് നിന്റെ ജീവിതം നല്ലതായി വരണമെങ്കിൽ, നിന്റെ കുടുംബം നല്ലതായി വരണമെന്നുണ്ടെങ്കിൽ, നിനക്ക് നല്ല അനുഗ്രഹങ്ങൾ கிடைക്കണമെന്നുണ്ടെങ്കിൽ എന്നാ பண்ணണം? അപ്പായ അമ്മയെ അനുസരിക്കണം. രണ്ടാമത്തെ കാര്യം, നിനക്ക് ജീവിതത്തിൽ ദീർഘായുസ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ ആയുസോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്നാ பண்ணണം? അപ്പായ അമ്മയെ അനുസരിക്കണം. அதுதான் சொல்லுது. அதுதான் സെയിം, അതിൻ്റെ സെയിം മീനിങ് എന്ന് சொல்ல, ആണ്ടവരെ നീ നേസിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ദീർഘായുസ് கிடைக்காதே. നീ ആണ്ടവരെ നേസിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് നന്മ கிடைக்காதே. നീ എന്നാ പണിയാലും നീ വിചാരിക്കണം നിനക്ക് അപ്പടിയേ എല്ലാമേ കിട്ടിയാച്ചാ. നന്മ തരുന്ന ആണ്ടവർ താൻ, അനുഗ്രഹം തരുന്ന ആണ്ടവർ താൻ, ദീർഘായുസ് തരുന്ന ആണ്ടവർ താൻ. അതുകൊണ്ട് നീ ആണ്ടവരുടെ ഭയത്തോടെ നീ വിറയലോടും കൂടെ നീ അവനെ സേവിപ്പീൻ. അതായത് അപ്പനെ അമ്മയെ നീ സേവിപ്പിക്കുകയാണെങ്കിൽ, അപ്പനെ അമ്മയെ നീ പാക്കുവാന്നുണ്ടെങ്കിൽ ആണ്ടോർ നിന്നെ അനുഗ്രഹിച്ചിടും. ആ അനുഗ്രഹം അത് പെരിത്. എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ചേ ഞാൻ ചൊല്ലിയത് നിങ്ങൾ പിന്നെയും പാത്ത് നമ്മൾ എന്നാ പറയണം? നമുക്ക് അനുഗ്രഹം നമുക്ക് തേവപ്പെടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറയണം? അപ്പായ അമ്മയെ പാക്കണം. നമുക്ക് ആണ്ടോർ നമുക്ക് നല്ല ഈ ദിവസങ്ങൾ തന്നിരിക്കുക. നമുക്ക് അവനെ നോക്കാം. ഞാനെങ്കിൽ എൻ്റെ സമയം മുടിഞ്ഞാൽ ഞാനെങ്കിൽ നിർത്തുകയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നാ ചെയ്യും നമ്മൾ വിചാരിക്കുക. ആണ്ടോർ നമ്മളോട് വചനം നമ്മളോട് ശരിയായി ചൊല്ലിയിരിക്കുക. അത് നീ എടുത്ത് മാറ്റിക്കളയാതെ ആണ്ടോർ നിനക്ക് നൽകിയിരിക്കുന്ന ആയുസ് ആണ്ടോർ നിനക്ക് തന്ന് അതിനെക്കാട്ടി ഉപരിയായി അപ്പായമ്മായി നിനക്ക് ആയുസ് നിനക്ക് ജീവൻ തന്നാച്ച്. അവരെ നീ മാനിക്കണം, അവരെ നീ ബഹുമാനിക്കണം, അവരെ നീ നേസിക്കണം. അപ്പടി നേസിക്കുകയാണെങ്കിൽ ആണ്ടോർ നിനക്ക് അനുഗ്രഹം തരും. ആണ്ടോട് നാം മഹിമപ്പെടുവാറാകട്ടെ. നമുക്ക് നാളെ പിന്നെയും പാസലാം. ആമീൻ.